കോഴിക്കോട് നഗരത്തിൽ ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ NITയിലെ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. കഴിഞ്ഞ വർഷം തീപിടുത്തമുണ്ടായ പുതിയ സ്റ്റാൻഡിലെ കെട്ടിടമടക്കം പൊളിച്ചു നീക്കേണ്ടതില്ലെന്നും സംഘം അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വലിയങ്ങാടിയിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ കെട്ടിടമടക്കം അപകടാവസ്ഥയിലായ 21 കെട്ടിടങ്ങൾ പരിശോധിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ചേർന്ന് NIT വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിയാൽ മതിയെന്നും കണ്ടെത്തിയത്. സാമ്പിൾ ടെസ്റ്റും നടത്തിയിരുന്നു. ടോപ്പ് ഫ്ലോറിലേക്കൊക്കെ എത്തുമ്പം ഡ്രെയിനേജൊക്കെ കുറച്ച് വീക്കാണ്. പിന്നെ പ്ലാന്റ്സിൻ്റെ വെജിറ്റേഷൻ ഗ്രോത്തും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടന്ന് ഇപ്പോൾ കോൺക്രീറ്റിൽ സസ്റ്റെയിൻഡ് ആയിട്ട് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇപ്പം കേരളത്തിൻ്റെ പറഞ്ഞ ഒരു മൺസൂൺ ഇൻറ്റൻസീവായിട്ടുള്ളൊരു കാലാവസ്ഥയിൽ അത് കോൺക്രീറ്റ് സ്ട്രക്ചറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം റെഗുലർ മെയിൻ്റെനൻസ് തന്നെയാണ് ഒരു സൊല്യൂഷൻ. അപ്പം കാലിക്കറ്റ് കോർപ്പറേഷൻ എല്ലാ കൊല്ലവും ഒരു ഇത്ര ഫണ്ട് മൺസൂണിന് മുന്നേ മെയിൻ്റെനൻസിന് വേണ്ടി ചെലവഴിച്ചാൽ റെഗുലർലി മെയിൻറ്റെയിൻ ആണെങ്കിൽ മേജർ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതേസമയം കഴിഞ്ഞ വർഷമുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന് മുകളിലെ ഷെഡും കത്തി നശിച്ചിരുന്നു. മഴയ്ക്ക് മുൻപ് കെട്ടിടത്തിന് മുകളിലേക്ക് കോണിപ്പടിക്ക് മുകളിൽ ഷീറ്റ് സ്ഥാപിക്കുമെന്ന മേയറുടെ ഉറപ്പും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ മഴ പെയ്താൽ താഴെ നിലയിൽ ചോർച്ചയുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികളും. ന്യൂസ് മലയാളം, കോഴിക്കോട്.